ഇനിയിപ്പോ നീയും നിന്റെ കടമ നിർവഹിച്ചു. അച്ഛനോട് മാപ്പ് ചോദിക്കുക. എന്നിട്ട് അച്ഛനോട് പ്രാർത്ഥിക്കുക. വാ മോളെ, പെട്ടെന്നാവട്ടെ. അനുഗ്രഹ, നീ ഇതെന്താ നോക്കുന്നേ? അച്ഛനും മോളും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. ലോകം മുഴുവനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അച്ഛൻ എന്ന വ്യക്തിയുടെ വാക്കനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്താ സംഭവിക്കുന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയട്ടെ. അത് പോട്ടെ മോളെ. അപ്പൊ നീ അവിടെ മുട്ടൂത്തി നിന്നിട്ട് എന്റെ കാലിൽ പിടിച്ച് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കും. ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് പഴയതുപോലെ അങ്ങ് സ്വീകരിച്ചേക്കാം. എന്താ? എങ്കിൽ പെട്ടെന്നാവട്ടെ. ഏയ്, എന്താ നോക്കി നിൽക്കുന്ന പാവക്കുട്ടി? വാ, അച്ഛൻ്റെ അടുത്തേക്ക് വാ. അനുരാഗ്, വേണ്ട. ഞാൻ വരാൻ വന്നതല്ല, ഇവിടുന്ന് പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ പോകുന്നതിന് മുമ്പ് അച്ഛനോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. താങ്ക് യു അച്ഛ, എന്നെ സൂരജിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിന്. അങ്ങനെ ചെയ്യരുതേ അച്ഛാ. അച്ഛാ പ്ലീസ്. ഞാൻ നിന്റെ തലയില് ഈ ഗുണ്ടാ ബ്രഹ്മചാരിയെ കെട്ടിവെക്കുക. സ്വയം ഭഗവാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ശിക്ഷിക്കാനായി അച്ഛൻ എടുത്തൊരു തീരുമാനമുണ്ടല്ലോ. ഭഗവാൻ അതിനെ തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായി മാറ്റി. സൂരജ് ഗുണ്ടയാണ്, പക്ഷെ രോഹനെ പോലെയോ നിങ്ങളെ പോലെയോ സ്വാർത്ഥനല്ല. അവന്റെ നാവില് നല്ല ഭാഷ വരില്ല, പക്ഷേ അവന്റെ കണ്ണിൽ ഞാൻ കണ്ട സംസ്കാരത്തിന്റെ ഭാഷയുണ്ടല്ലോ. അതെ, ഞാൻ ഗുണ്ടയാണ്. ഇടിയോ തല്ലോ കുത്തോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ മാനം ഉണ്ടല്ലോ, അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാന്യനാണെന്ന് നടിക്കുന്ന ആളുകളുടെ അടുത്തില്ല. അവൻ ബ്രഹ്മചാരിയാണ്. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ ഏതൊരു സ്ത്രീയുടെയും നേർക്ക് മോശമായി നോക്കുന്ന കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കാനുള്ള ധൈര്യം അവനുണ്ട്. ഈശാ മാഡത്തിന്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാകണം? എങ്ങനെ ധൈര്യം ഉണ്ടായെന്ന്? അവൻ ശരിക്കും സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിലേ ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. പകരം എന്റെ ശവമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അയ്യോ, എത്ര വിചിത്രമാണല്ലേ. ഞാൻ ഒരുത്തനെ വല്ലാതെ സ്നേഹിച്ചു. അവൻ എന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ടു. എന്നാൽ ഞാൻ വല്ലാതെ വെറുത്തവനോ, അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി. ഒരു നിരാലംബയായ പെൺകുട്ടിയെ 4-5 ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒടുവിൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടന്നവനൊരു ഗുണ്ടയാണെങ്കിൽ എന്റെ പുറത്ത് കണ്ട ശരീരഭാഗം സ്വന്തം മര്യാദയുടെ പുതപ്പ് കൊണ്ട് മറിച്ച് എന്നെ ഭദ്രമായി ഇവിടെ പറഞ്ഞയച്ചവൻ ഗുണ്ടയാണെങ്കിൽ എന്റെ വെറുപ്പുകൾക്കും ശകാര വാക്കുകൾക്കും മനുഷ്യത്വം കൊണ്ട് മറുപടി പറയുന്നവൻ ഗുണ്ടയാണെങ്കിൽ ശരിയാ, ആ ഗുണ്ടയുടെ കൂടെ തന്നെയാ ഞാൻ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. ബന്ധങ്ങളെ തിരിച്ചറിയുന്നതും ലോകത്തെ മനസ്സിലാക്കുന്നതും മനുഷ്യന്റെ ഉള്ളറിയുന്നതിലും ഒക്കെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഞാൻ സൂരജിനെ വിവാഹം കഴിക്കണം എന്നുള്ളത് അച്ഛന്റെ തീരുമാനമായിരുന്നു.
പക്ഷേ ഈ വിവാഹം നിലനിർത്തുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്. കുട്ടിക്കാലത്ത് അമ്മ പറയുമായിരുന്നു കല്യാണം വെറും പാവകളിയല്ലെന്ന്. അത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണെന്ന്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അച്ഛൻ, ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതല്ല, മറിച്ച് അച്ഛന്റെയും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി വന്നതാ. അങ്ങനെ ഈ വിവാഹ ബന്ധത്തെ ജീവിത അവസാനം വരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി വന്നതാ. താങ്ക് യു ഗോപാലകൃഷ്ണ, എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നതിന്. Krishna Govinda Hare Murari Sri Krishna Govinda Hare Murari He Nath Narayana Vasudeva Sri Krishna Govinda Hare Murari He Nath Narayana Vasudeva ഞാൻ ഡോക്ടറോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ മാഡം, ഞാൻ അച്ഛനെ കാണാൻ പോവാം. സൂരജേട്ടാ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇഷ മാഡം ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മാഡത്തിനോട് ക്ഷമിച്ചിട്ടുണ്ടാവും. എന്തായാലും മാഡത്തിന്റെ ജീവിതം പഴയതുപോലെ ആയല്ലോ, അത് നന്നായി. അല്ലാതെ ജീവിതകാലം മുഴുവൻ മാഡത്തിന് ഇവിടെ കഴിയാൻ പറ്റുമോ? ആ സൂരജേട്ടാ, ഇഷ ചേച്ചി ഇവിടുന്ന് പോയത് ശരിയാണ്, പക്ഷെ ചേട്ടന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? അവര് നിന്റെ ചേട്ടത്തിയൊന്നുമല്ല. ചേട്ടൻ വന്നു. എന്താ പറ്റിയതേട്ടാ? നിനക്ക് എന്താ പറ്റിയേ? സൂരജ്, മണ സൂരജ്, എന്തോറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തുണ്ടായി? ഒന്ന് മതിയാക്ക്. ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. അതേക്ക് പോവാലോ. ശരി, വരൂ, കൊണ്ടുവരൂ. നടക്ക. നിക്കേ. വലിയമേ, സൂക്ഷിച്ചു വലിയമേ. സൂരജ് മോനെ. സൂരജ്, വിദ്യ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് നിൽക്ക. വാ മോനെ, പതുക്കെ വാ. വാ മോളെ. Sarva
ഇഷ മാഡം നിങ്ങൾ എന്താ പിന്നെ ഇവിടെ നിങ്ങൾ സാറിന്റെ അടുത്ത് പോയില്ലേ? ഈ പെണ്ണ് എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ? ഞാൻ സൂരജിന്റെ ഭാര്യയാണ്. ഈ വീട്ടിലെ മരുമകളാണ്. ഞാൻ എന്റെ വിവാഹബന്ധത്തെ എല്ലാ സത്യസന്ധതയോടും കൂടി ആത്മാർത്ഥമായി നിറവേറ്റാനായി വന്നതാണ്.